എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 9 പണിമുടക്കുമായി ബന്ധപ്പെട്ട പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തെ തൊഴിൽ സംഘടനകൾ നടത്തുന്ന ഈ പണിമുടക്ക് അത് വിജയിപ്പിക്കേണ്ടത് ഇവിടുത്തെ ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ് എന്ന നിലയ്ക്കാണ് കാര്യങ്ങളുടെ പോക്ക്. കഴിഞ്ഞ 11 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണം 64 കോടിയോളം വരുന്ന രാജ്യത്തെ തൊഴിലാളികളുടെ ജീവിതം നരകതുല്യമാക്കി. അനിയന്ത്രിത ആഗോളവൽക്കരണത്തിൻ്റെയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെയും സൂക്ഷ്മ സാമ്പത്തിക കൊള്ളയടിയുടെയും പേരിൽ സമസ്ത മേഖലകളിലെയും തൊഴിലാളികൾ ഇന്ന് ചൂഷണത്തിന് വിധേയരാക്കിക്കൊണ്ടിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നടപ്പാക്കി ഉള്ള തൊഴിലവസരങ്ങൾ തന്നെ ഇല്ലാതാക്കുന്നു. ജോലി സ്ഥിരത ഒഴിവാക്കി പിരിച്ചുവിടൽ വ്യാപകമായി നടത്തുന്നു. മിനിമം വേതനം പോലും നൽകാതെ തറവേതനം നടപ്പാക്കുന്നു. നിയമപരമായി നൽകേണ്ട കൂലിയും വേതനത്തിനും ശമ്പളത്തിനും പകരം ഇൻസെൻറ്റീവും ഓണറേറിയവും നൽകി ആടിന് തീറ്റ നൽകി കബളിപ്പിക്കുന്നത് പോലെ തൊഴിലാളികളെ പരസ്യമായി ചൂഷണം ചെയ്യുന്നു. തൊഴിൽ വകുപ്പിനെ നിർജീവമാക്കിയിരിക്കുന്നു. EPF, ESI, ഗ്രാറ്റുവിറ്റി തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എല്ലാം ഇല്ലാതാക്കുന്നു. അസംഘടിത തൊഴിലാളി ക്ഷേമനിധികളെല്ലാം തകർക്കുന്നു. 29 അടിസ്ഥാന തൊഴിൽ നിയമങ്ങൾ റദ്ദ് ചെയ്ത് 4 പുതിയ ലേബർ കോഡുകൾ നടപ്പാക്കുന്നു. തൊഴിലാളി വിരുദ്ധ വ്യവസ്ഥകളുടെ നിറസഞ്ചിയാണ് ഈ ലേബർ കോഡുകൾ. 8 മണിക്കൂർ ജോലി സമയം എന്നത് 12 മണിക്കൂറാക്കുന്നു. ആധുനിക അടിമത്തമായ തൊഴിൽ കരാർവൽക്കരണം വ്യാപകമാക്കിയിരിക്കുന്നു. നോട്ട് നിരോധനമെന്ന ഭ്രാന്തൻ തീരുമാനവും അശാസ്ത്രീയമായ GST സമ്പ്രദായവും വ്യവസായ വാണിജ്യ മേഖലകളെയും തൊഴിലവസരങ്ങളെയും തകർത്തു. രാഷ്ട്രീയ വകവോക്കലിന്റെ പേരിൽ നടത്തുന്ന ഇൻകം ടാക്സ്, ED, NIA, CBI തുടങ്ങിയ സാമ്പത്തിക അന്വേഷണ ഏജൻസികളുടെ കടന്നുകയറ്റം സാമ്പത്തിക രംഗത്ത് അരാജകത്വം സൃഷ്ടിച്ചു. രാജ്യത്തെ അഭിമാന പൊതുമേഖലകളായ മഹാരത്ന, നവരത്ന കമ്പനികളും ബാങ്കുകളും LICയും റെയിൽവേയും വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും മറ്റ് എല്ലാ സ്ഥാപനങ്ങളും വിദേശ സ്വദേശ കോർപ്പറേറ്റുകൾക്ക് വിറ്റ് തൊഴിലാളികളെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്നു. വിലക്കയറ്റം അതിരൂക്ഷമായിരിക്കുന്നു. ആരോഗ്യകരമായ ആരോഗ്യമേഖലയിലെ ചികിത്സാ ചെലവുകൾ താങ്ങാനാകാതെ തൊഴിലാളികൾ മരണത്തിലേക്ക് നയിക്കപ്പെടുന്നു. പൊതു സ്വകാര്യ ബാങ്കിംഗ് സ്ഥാപനങ്ങളുടെയും മറ്റ് അനധികൃത പണമിടപാടുകാരുടെയും ഭീഷണികൾ വമ്പിച്ച തോതിലുള്ള തൊഴിലാളി കുടുംബ ആത്മഹത്യകൾക്ക് പ്രേരണയാകുന്നു. ചുരുക്കത്തിൽ ദരിദ്രർ കൂടുതൽ ദരിദ്രരും കോടീശ്വരന്മാർ സഹസ്ര കോടീശ്വരന്മാരുമായി മാറുന്ന സ്ഥിതിയിലാണ് ഇന്ന് നമ്മുടെ രാജ്യം. വൻകിട കോർപ്പറേറ്റുകളുടെ സഹസ്ര കോടി വായ്പാ കുടിശ്ശികകൾ നിർലോഭം എഴുതിത്തള്ളുന്ന സർക്കാർ നാമമാത്ര വിദ്യാഭ്യാസ, കാർഷിക ഭവന വായ്പാ കുടിശ്ശികക്കാരെയും ചെറുകിട വ്യവസായ വായ്പാ കുടിശ്ശികക്കാരെയും ജപ്തി നടപടികൾ കൊണ്ട് ശ്വാസം മുട്ടിച്ച് ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ തലതിരിഞ്ഞ നയങ്ങളുടെ പേരിൽ തൊഴിലാളികളുടെ ജീവിതം ഈ രീതിയിൽ ദുരിതമയമാകുമ്പോൾ രാജാവിനേക്കാൾ രാജഭക്തി കാണിച്ച സംസ്ഥാന സർക്കാരുകളും ഈ നയങ്ങൾക്ക് പിന്നാലെ പായുകയാണ്. യഥാർത്ഥത്തിൽ കേന്ദ്രവും